Hi friends, this is me Rana Anjum Ashraf. Welcome back to my channel. ഇന്നത്തെ എൻ്റെ സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് പുതിയൊരാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു സ്റ്റഡി റുട്ടീനൊക്കെ തയ്യാറാക്കി അത് ഫോളോ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി റുട്ടീൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ സെപ്റ്റംബറിലെ പുതിയൊരാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിച്ച ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റഡി റുട്ടീൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇന്നു മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. രണ്ട് തരത്തിലാണ് റുട്ടീൻ ഉള്ളത്. ഒന്ന് റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി റുട്ടീൻ, ഒന്ന് നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ഫോളോ ചെയ്യുന്ന റുട്ടീൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ റെഗുലറായി ഫോളോ ചെയ്യേണ്ട ഒരു റുട്ടീനാണ്. നമ്മൾക്കിപ്പോൾ വർക്കുകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അധികവും പഠിക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ സമയം കിട്ടാറില്ല. നോട്ട്സ് എഴുതാനും മറ്റ് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് വർക്കുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു മണിക്കൂർ പഠിക്കാമെന്നല്ലാതെ നമുക്ക് പിന്നീട് അങ്ങ് പഠിക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മളിതൊരു ചാലഞ്ചായി നമ്മൾ ഏറ്റെടുക്കണം. ഒരു സ്റ്റഡി ചാലഞ്ചാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നും രാവിലെ പഠിക്കുന്ന ആ ഒരു മണിക്കൂർ പഠിക്കുന്നതിന് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനുള്ള വർക്കുകളെല്ലാം തീർത്ത് ഒരു ചാലഞ്ച് പോലെ നമ്മൾ ഏറ്റെടുത്ത് ബാക്കി ഒരു 2 മണിക്കൂറെങ്കിലും ഇന്ന് പഠിക്കും എന്നൊരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കുക. എന്നിട്ട് രാവിലെ ആ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നമ്മളൊരു ചാലഞ്ച് പോലെ ഏറ്റെടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്ത് വന്നിട്ട് പിന്നെ അടുത്ത ദിവസം ആകുമ്പോൾ അതിൻ്റെ സമയം കുറച്ച് കൂട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഒരുപാട് പഠിപ്പിച്ച് കഴിഞ്ഞു. ഇതുവരെ നമുക്കൊരു ചലഞ്ച് പോലെ ഏറ്റെടുത്ത് പഠിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞു എന്നല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഈ രാവിലെ പഠിക്കുന്നതല്ലാതെ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തത് നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയമായിട്ട് എന്തായാലും കറക്റ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് 2 മണിക്കൂറെങ്കിലും പഠിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സമയം നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും കൂട്ടി പോകാം. അപ്പോൾ ഈ ഒരു മാസം നമ്മളൊരു സ്റ്റഡി ചാലഞ്ചിൻ്റെ തന്നെ ഒരു മാസമായിട്ട് നമുക്ക് എടുത്തിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ പ്ലാനറിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടൊരു ടാലൻറ്റ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും ദിവസവും നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തു പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ നമ്മൾ ആദ്യമേ എടുത്തിട്ടാണ് നമ്മൾ നമ്മളുടെ റുട്ടീൻ എഴുതി അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടത്. ആദ്യം തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 7 മണിക്കാണ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങൾക്കത് മുമ്പേ തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 6:30 ആകുമ്പോൾ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് 7 മണിയാകുമ്പോഴാണ് സാധാരണ പറ്റാറ്. ആ ഒരു സമയമാകുമ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇത് എൻ്റെ സമയമാണ് കേട്ടോ. അപ്പം ഈ ഒരു 7 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 8:30 വരെ ഞാൻ ഈ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം 8:30 ആകുമ്പോൾ എനിക്ക് നിർത്തി എൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും. ഇതിൻ്റെ ഇടയിൽ ഈ മദ്രസ ഉള്ളവരൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തി എനിക്കൊരു ടൈം ടേബിൾ തയ്യാറാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ ഇന്ന് ഇടുന്നതായിരിക്കും. പിന്നെ 8:30 ആകുമ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഒരു 9:30 വരെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് തന്നെ ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കെല്ലാം കഴിഞ്ഞാൽ ഒരു 10:30 ആകുമ്പോഴാണ് പിന്നെയും നമ്മൾ സ്റ്റഡീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. 10:30 ആകുമ്പോൾ നമ്മൾ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 10:30ക്ക് തുടങ്ങി ഒരു 12 മണി വരെ ഞാനത് കൊടുത്തിട്ടുണ്ട്. കാരണം നോട്ട്സ് എഴുതി നമ്മൾ പറയുകയാണെങ്കിൽ പോലും അത്രയൊക്കെ 11:30 മതിയാകുമെന്ന് പറയുമെങ്കിലും നമ്മൾ നോട്ട്സ് എഴുതി പോകുന്നില്ല. അപ്പോൾ അത്യാവശ്യം ടൈം തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 12 മണി വരെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് മുമ്പേ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് മുമ്പേ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. എന്തായാലും നമ്മൾ 12 മണിയാകുമ്പോൾ നോട്ട്സ് എഴുതി തീർക്കണം. 12 മണി തൊട്ട് 1 മണി വരെ പിന്നെ മാത്സ് സ്റ്റഡിയാണ്. മാത്സ് ചെയ്ത് പഠിക്കുന്നത് ഡെയിലി നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ ഒരു 1 മണി തൊട്ട് ഒരു 2:30 വരെയൊക്കെ
ലഞ്ച് ബ്രേക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2:30 തൊട്ട് 3:30 വരെ നമ്മളുടെ മറ്റൊരു ആക്ടിവിറ്റി ആയ ഡെയിലി നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു 10 വേർഡ്സ് പഠിക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു 10 വേർഡ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം. ഈ 1 മണിക്കൂർ ഇതിന് വേണ്ടി മാത്രമല്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഇത് എൻ്റെ ഗോൾസിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തതും എൻ്റെ ആക്ടിവിറ്റീസിലും കൊടുത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ സ്പെഷ്യൽ ആക്ടിവിറ്റീസോ നിങ്ങളുടേതായ സ്പെഷ്യൽ ഗോൾസോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതവിടെ ചെയ്യണം. അപ്പോൾ ഇത് എൻ്റെ സമയത്ത് ഞാനത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 മണിയാവുമ്പോൾ എൻ്റെ വിക്ടേഴ്സിൽ ഓൺലൈൻ ക്ലാസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു 6 മണി വരെയൊക്കെ ഉണ്ടാകും, അങ്ങനെ പോകും. കാരണം 3 ക്ലാസ്സൊക്കെ ഇപ്പോൾ വരാറുണ്ട്. പിന്നെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി തീർക്കുമ്പോൾ ഈ ഒരു സമയമാകും. ഞാൻ അപ്പോൾ തന്നെ എഴുതാറുണ്ട് നോട്ട്സ്. പിന്നെ പ്രെയർ ബ്രേക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 7:30 ആകുമ്പോൾ എൻ്റെ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് വരും. ഞാനിപ്പോൾ 9th കൊണ്ടാണ് എനിക്ക് ഇത്രയും ഓൺലൈൻ ക്ലാസ്സിനും നോട്ട്സിനും വേണ്ടി വരുന്നത്. നിങ്ങൾ 5th 6th 7th ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 1 ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടാകും. ആ ബാക്കി വരുന്ന സമയം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്രീ ടൈമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം നമ്മളുടെ ഡെയിലി 2 മണിക്കൂർ പഠിക്കണമെന്നുള്ളത് രാവിലെ മാത്സ് പഠിക്കുന്നതോടുകൂടി ആ 2 മണിക്കൂർ ആവുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇടയിൽ നിന്ന് എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാനൊരു അരമണിക്കൂർ കൂടി എക്സ്ട്രാ എടുത്ത് പഠിക്കുന്നതായിരിക്കും. പിന്നെ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി ഒരു അരമണിക്കൂർ ഞാനൊരു പുസ്തകം ഏതെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഈ ഒരാഴ്ച കൊണ്ട് വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പറ്റുവാണെങ്കിൽ ഞാൻ അതും കൂടി ചെയ്യുന്നതായിരിക്കും. ഇതാണ് എനിക്ക് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി റുട്ടീൻ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. എനിക്കിപ്പോഴും കമൻസ് വരാറുണ്ട്, അതായത് എനിക്ക് എന്ത് കണ്ടിട്ടും എന്ത് ചെയ്തിട്ടും മോട്ടിവേഷൻ ആകുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കണമെന്നും പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹമില്ലാത്തവരായിരിക്കും. കാരണം എനിക്ക് പഠിച്ച് എല്ലായിടത്തും വിജയത്തിലെത്തണം, എല്ലാവരുടെ മുമ്പിലും എനിക്ക് നല്ലൊരു വിജയത്തിലെത്തി കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് അവർക്കൊരു പഠിക്കാൻ വേണ്ടിയിട്ട് തോന്നാത്തത്. കാരണം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാകും വാർത്തയിലൊക്കെ. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു സമയത്ത് ചെയ്ത് വലിയ രീതിയിൽ വിജയത്തിലേക്ക് എത്തി, ഒരുപാട് റെക്കോർഡുകളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് അവരത് ചെയ്ത് നേടിയെടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്കും അങ്ങനെ ആഗ്രഹങ്ങളുണ്ടാകും. അത് നേടാൻ വേണ്ടി നമ്മളും ഇതുപോലെ തന്നെ പരിശ്രമിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതെല്ലാം കൃത്യമായി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ നിങ്ങൾ ഓൾ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ. ദിസ് ഈസ് മീ റന, Anjum, Ashraf സൈനിങ് ഓഫ്.